ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC പ്ലേ സോൺ. ഇത് അടുത്തിടെ നടത്തിയ ഒരു PSC ക്വസ്റ്റ്യൻ പേപ്പറാണ്. പഴയ ശൈലിയിൽ നിന്ന് മാറി കൂടുതലും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ചോദ്യം ഒരു ഉത്തരം എന്ന ശൈലി മാറി പല സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കാനാണ് കൂടുതൽ ചോദ്യങ്ങളും. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചതാര്? ഉത്തരം ഓപ്ഷൻ സി, സർദാർ KM പണിക്കർ. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥമേത്? ഉത്തരം ഓപ്ഷൻ എ, 1.25 കോടി മലയാളികൾ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ? ഉത്തരം ഓപ്ഷൻ ഡി, ഇന്ത്യ, ചൈന. 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി, കാൺപൂർ. 1875 രണ്ടാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നതെവിടെ? ഉത്തരം ഓപ്ഷൻ ബി, ഫിലാഡൽഫിയ. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര്? ഉത്തരം ഓപ്ഷൻ എ, അന്റോണിയോ ഗുട്ടറസ്. താഴെ തന്നിരിക്കുന്ന വാദങ്ങളിൽ പ്രാദേശികവാദത്തിന് ഉദാഹരണമല്ലാത്തതേത്? ഉത്തരം ഓപ്ഷൻ സി, ചക്രവാദം. ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ഈ ശിലയെ പ്രാഥമിക ശിലയെന്നും വിളിക്കുന്നു. ഈ ശിലയ്ക്കൊരു ഉദാഹരണമാണ് ബസാൾട്ട്. കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണ്. ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്. കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണ്. എന്താണ് ക്ലിഫ്? ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ്. ഇതൊരു ശിലയുടെ പേരാണ്. ഇതൊരു കൊടുമുടിയാണ്. ഇത് നദികൾ സൃഷ്ടിക്കുന്ന നിക്ഷേപക സമതലമാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ്. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏതെന്ന് തിരിച്ചറിയുക. അപവഹനഗർത്തം, കൂൺശിലകൾ, ടെറായ്, മണൽമേടുകൾ. ഉത്തരം ഓപ്ഷൻ സി ആണ്, ടെറായ്. കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലയും തന്നിരിക്കുന്നു. ശരിയല്ലാത്തത് കണ്ടെത്തുക. കുറ്റ്യാടി, കോഴിക്കോട്, ശബരിഗിരി, പത്തനംതിട്ട, ഷോളയാർ, തൃശ്ശൂർ, കല്ലട, കൊല്ലം. ഇതെല്ലാം ശരിയാണ്. ശരിയില്ലാത്തതായിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണേ. സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ്ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി, കൊൽക്കത്ത. ചുവടെ തന്നിട്ടുള്ളവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ എന്തെല്ലാം? വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കൂട്ടുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. ഉത്തരം ഓപ്ഷൻ ഡി, 2ഉം 3ഉം മാത്രമാണ് ശരി. ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ എന്തെല്ലാം? 1. സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം. 2. വൻകിട വ്യവസായങ്ങൾക്ക് പരിഗണന. 3. സ്വയം പര്യാപ്തവും സാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം മാത്രമാണ് ശരി. ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത്? ചാണക്യൻ അർത്ഥശാസ്ത്രം, അമർത്യാസെൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം, മഹാത്മാഗാന്ധി ട്രസ്റ്റിഷിപ്പ്, ദാദാഭായ് നവറോജി മിച്ചമൂല്യ സിദ്ധാന്തം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ദാദാഭായ് നവറോജി മിച്ചമൂല്യ സിദ്ധാന്തം തെറ്റാണ്. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തമാണ്. താഴെ തന്നിട്ടുള്ളവരിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി ആര്? ഓപ്ഷൻ എ, പത്മ സുബ്രഹ്മണ്യം. ചുവടെ തന്നിട്ടുള്ളവയിൽ ഉൽപ്പാദക ഘടകമായ മൂലധനത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ എന്തെല്ലാം? 1. മൂലധനം മറ്റെല്ലാ ഉൽപ്പാദക ഘടകങ്ങളെയും സഹായിക്കുന്നു. 2. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. 3. മൂലധനത്തിനുള്ള പ്രതിഫലം ലാഭമാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരിയാണ്. ചുവടെ തന്നിട്ടുള്ളവയിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ ആരെല്ലാം? നിർമ്മല സീതാരാമൻ, മൊറാർജി ദേശായി, ചരൺ സിംഗ്. ഉത്തരം ഓപ്ഷൻ ബി, 1, 2, 3. 3ഉം ശരിയാണ്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ബോംബെയാണ്. 2. ഇന്ത്യയുടെ ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് 3ാം സ്ഥാനമാണുള്ളത്. 3. ചണനാരിനെ യൂണിവേഴ്സൽ ഫൈബർ എന്നും അറിയപ്പെടുന്നു. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം മാത്രം ശരിയാണ്. മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി. ഉത്തരം ഓപ്ഷൻ ബി, 91ാം ഭരണഘടനാ ഭേദഗതി. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. 2 ഭാഗം അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നു. 2. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. 3. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. 4. ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്കില്ല. ഉത്തരം ഓപ്ഷൻ സി, 1, 3, 4 പ്രസ്താവനകൾ മാത്രമാണ് ശരി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി. ഉത്തരം ഓപ്ഷൻ എ, PK തുങ്കൻ കമ്മിറ്റി. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 4ാം അധ്യായത്തിൽ പെടാത്തത്? 1. തുല്യജോലിക്ക് തുല്യവേതനം. 2. ഏകീകൃത സിവിൽ നിയമം. 3. സംഘടനാ സ്വാതന്ത്ര്യം. 4. പൊതുതൊഴിലിൽ തുല്യ അവസരം. ഉത്തരം ഓപ്ഷൻ ഡി, 3, 4 മാത്രം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. ഉത്തരം ഓപ്ഷൻ ഡി, സി വിജിൽ. ചേരുംപടി ചേർത്തവ പരിശോധിക്കുക. യൂണിയൻ ലിസ്റ്റ് പ്രതിരോധം ആണവോർജം. സംസ്ഥാന ലിസ്റ്റ് കൃഷി മത്സ്യബന്ധനം. കൺകറന്റ് ലിസ്റ്റ് മദ്യനിയന്ത്രണം ബാങ്കിംഗ്. തന്നിരിക്കുന്ന സൂചകങ്ങൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി, 1, 2 എന്നിവ ശരിയാണ്.
നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി കിരൺ റിജിജു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1993 ഡിസംബർ 11-നാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഓർ ഹൈക്കോടതി ജഡ്ജിയായിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. ഉത്തരം ഓപ്ഷൻ ബി 2ഉം 3ഉം മാത്രമാണ് ശരി. മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11-നാണ്. വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1. അഴിമതി നിയന്ത്രിക്കുന്നതിന്. 2. ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്തബോധമുണ്ടാക്കുന്നതിന്. 3. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന്. ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഉത്തരം ഓപ്ഷൻ എ ഫെബ്രുവരി 2. കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി വി ശിവൻകുട്ടി. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? ഓപ്ഷൻ എ 9. കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ ആര്? ഉത്തരം ഓപ്ഷൻ സി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? ഉത്തരം ഓപ്ഷൻ ബി NS മാധവൻ. പല്ലിന്റെ ആന്തരഘടന ചുവടെ നൽകുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏവ? 1. ഇനാമൽ, പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല. ഡെന്റേൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം. പൾപ്പ് ക്യാവിറ്റി, പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗം. സിമന്റം, പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോജക കല. ഉത്തരം ഓപ്ഷൻ ബി 3ഉം 4ഉം മാത്രമാണ് ശരി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ സി ജീവകം ഇ. സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. കോളറ വൈറസ്, എലിപ്പനി ലെപ്റ്റോസ്പൈറ, സ്ക്രബ് ടൈഫസ്, വിബ്രിയോ കോളറ, കുരങ്ങുപനി ബാക്ടീരിയ. ഉത്തരം ഓപ്ഷൻ സി 2 മാത്രം, എലിപ്പനി ലെപ്റ്റോസ്പൈറ. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ 2 അമൃതം ആരോഗ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏത്? ക്യാൻസർ, സിലിക്കോസിസ്, ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ്, പോളിയോ, ടെറ്റനസ്. ഉത്തരം ഓപ്ഷൻ ബി ആണ് 2 മാത്രം, അതായത് ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ. സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. 1. ഉപരിതലം മുതൽ 200 മീറ്റർ ആഴത്തിൽ വരെ യൂഫോട്ടിക് മേഖല. 200 മീറ്ററിന് താഴെ 1000 മീറ്റർ വരെ എഫോട്ടിക് മേഖല. 1000 മീറ്ററിന് താഴെ ഡിസ്ഫോട്ടിക് മേഖല. ഇതിൽ 1 മാത്രമാണ് ശരി. ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ യൂഫോട്ടിക് മേഖല. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം? ഉത്തരം ഓപ്ഷൻ ഡി, അതായത് സൗദി അറേബ്യ. മെനിഞ്ചൈറ്റിസിനെതിരെ MEN 5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ 3 നൈജീരിയ. ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നുപോകുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? ഉത്തരം ഓപ്ഷൻ ബി പൂർണ്ണാന്തരിക പ്രതിഫലനം. കൂട്ടത്തിൽ പെടാത്തത് ഏത്? മീറ്റർ, പ്രകാശവർഷം, സെക്കൻഡ്, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഉത്തരം ഓപ്ഷൻ സി സെക്കൻഡ്. ബാക്കിയെല്ലാം ദൂരത്തിന്റെ അളവുകളാണ്. ഒരു കോൺകേവ് ദർപ്പണത്തിന് മുമ്പിൽ 10 സെന്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന വസ്തു വച്ചപ്പോൾ അതിന്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് 40 സെന്റിമീറ്റർ അകലെ രൂപപ്പെടുന്നു. ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക. ഉത്തരം ഓപ്ഷൻ എ -8 സെന്റിമീറ്റർ. ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം? ഉത്തരം ഓപ്ഷൻ എ മുംബൈ. ChatGPTക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം? ഉത്തരം ഓപ്ഷൻ ബി ഇറ്റലി. കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ്? ഉത്തരം ഓപ്ഷൻ സി കാൽസ്യം കാർബണേറ്റ്. ഇരുമ്പ് ഫയലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഉത്തരം അയൺ ക്ലോറൈഡും ഹൈഡ്രജനും ഉണ്ടാകുന്നു. ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം? ഓപ്ഷൻ ഡി 10. ഡാഷ് ഉൽപ്പാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്? ഉത്തരം ഓപ്ഷൻ ബി ടൈറ്റാനിയം ഡയോക്സൈഡ്. അക്വേറിയത്തിന്റെ അടിയിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചാണ്? ഉത്തരം ഓപ്ഷൻ എ ബോയിൽ നിയമം. പത്രപ്രവർത്തനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി കാക്കനാട്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബാക്കി ചോദ്യങ്ങൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്